ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 17ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആരാധനാ വർഷത്തിലെ ദിവ്യബലി അർപ്പണത്തിലെ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം നമ്മൾ ഇയർ ബിയിലാണ്, അതായത് വിശുദ്ധ മർക്കോസിൻ്റെ വർഷത്തിലാണ്. അതായത് ഈ ക്രമമനുസരിച്ച് ഞായറാഴ്ചകളിൽ മിക്കവാറും നമ്മൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായനകളായിരിക്കും ശ്രവിക്കുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇനി വരുന്ന 5 ഞായറാഴ്ചകളിൽ നമ്മൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 6ാമത്തെ അധ്യായത്തിൽ നിന്നായിരിക്കും സുവിശേഷം വായിച്ചു കേൾക്കുക. അപ്പോൾ ഞായറാഴ്ചകളിലെ നമ്മുടെ സുവിശേഷ ഭാഗങ്ങൾ തിരുസഭാ മാതാവ് ഇപ്രകാരം ക്രമപ്പെടുത്തിയിരിക്കുന്നത്: യോഹന്നാൻ്റെ സുവിശേഷം 6ാം അധ്യായം മുഴുവനും ഒരു പ്രത്യേക വിഷയത്തെയാണ് നമ്മോട് പറയുക. അല്ലെങ്കിൽ ഈശോയുടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പഠനമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6ാം അധ്യായത്തിൽ നമ്മൾ കാണുക. ഇതിനെ ദിവ്യകാരുണ്യത്തിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ ദിവ്യകാരുണ്യ പ്രബോധനങ്ങൾ, യൂക്കറിസ്റ്റിക് ഡിസ്കോഴ്സസ് എന്നൊക്കെയാണ് ഈ 6ാം അധ്യായം അറിയപ്പെടുക. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന ഈശോയുടെ വാക്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് കാണുക. അപ്പോൾ യേശു ദിവ്യകാരുണ്യം നമുക്ക് നൽകുന്നതിലൂടെ എന്താണ് നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതാണ് ഈ അധ്യായം. അതിലേക്കുള്ള ഒരു പ്രവേശികയാണ് ഇന്നത്തെ സുവിശേഷം. മരുഭൂമിയിൽ അവിടുന്ന് 5000 പേർക്ക് 5 അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നു. അപ്പോൾ ദിവ്യകാരുണ്യമാകുന്ന അത്ഭുതത്തിൻ്റെ ഒരു പ്രവേശന സൂചികയാണ് ഈ സംഭവം. യോഹന്നാൻ്റെ സുവിശേഷം 6ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷകന്മാർ എല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്ന ചുരുക്കം ചില കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ എല്ലാ സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ ഒരു അത്ഭുതമാണ് അവിടുന്ന് 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ച് നൽകുന്ന സുവിശേഷ ഭാഗം. അപ്പോൾ യേശുവിൻ്റെ ഈ ഒരു അത്ഭുതം, അതായത് അവിടുന്ന് 5 അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാകുന്നതിന് ഈ 4 സുവിശേഷകന്മാരും എഴുതിയിരിക്കുന്നത് നമുക്ക് ഒന്ന് ഒരുമിച്ച് ചേർത്ത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ചിലവർ ചില കാര്യങ്ങൾ വിട്ടുകളയുന്നു, മറ്റു ചില സുവിശേഷകൻ അവർ മറ്റുള്ളവർ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ലൂക്ക അവിടെ പറയുക അതൊരു വിജന പ്രദേശമായിരുന്നുവെന്ന്. ലൂക്ക തുടരുക, ഈശോ ആ ജനക്കൂട്ടത്തെ 50 പേർ വീതമുള്ള പന്തികളായി ഇരുത്തുവാൻ പറയുന്നു. ലൂക്ക അപ്രകാരമുള്ള ചില അപ്രധാനമെന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാവുന്നതാണ്. 5000 പേർ വരുന്ന ഒരു ജനക്കൂട്ടത്തെ 50 പേർ വീതമുള്ള പന്തികളാക്കി ശിഷ്യന്മാർ നിയന്ത്രിച്ച് ഇരുത്തുന്നതോ, അങ്ങനെ 100 പന്തികൾ, 50 പേർ വീതമുള്ള 100 പന്തികളായിട്ട് അവരങ്ങനെ ഇരിക്കുന്നതും ഭക്ഷിക്കുന്നതുമൊക്കെ വളരെയധികം കൗതുകം നൽകുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ ലൂക്ക പറയുന്ന ആ ഒരു വിജന പ്രദേശം, ആ വിജന പ്രദേശം എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് വാക്ക് എറാസ്മോസ് എന്നാണ്. അപ്പോൾ എറാസ്മോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മരുഭൂമി എന്ന് തന്നെയാണ്. അപ്പോൾ നോക്കുക, ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. മരുഭൂമിയിലാണ് ഈശോ അവർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നത്. അപ്പോൾ ഈശോയുടെ ഈ അത്ഭുതത്തിലൂടെ വർദ്ധിപ്പിച്ച് നൽകിയ അപ്പം ഭക്ഷിച്ച ആ മനുഷ്യർ എല്ലാവരും തന്നെ യഹൂദരായിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ അവർക്ക് പൊടുന്നനെ ഒന്നുമില്ലായ്മയിൽ നിന്നെന്നോണം ലഭിക്കുന്ന അപ്പം, അങ്ങനെ അപ്പം ലഭിക്കുന്ന ഒരു അനുഭവം, മരുഭൂമിയിൽ വെച്ച് തങ്ങൾക്ക് ശൂന്യതയിൽ നിന്നെന്നോണം അപ്പം നൽകുന്ന ഒരു മനുഷ്യനെയാണ് അവർ കാണുക. അത്ഭുതത്തോടെ അപ്പം ഭക്ഷിക്കുന്നതോടൊപ്പം അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ആ ചിത്രം എന്തായിരിക്കും? നൂറ്റാണ്ടുകൾക്ക് മുൻപ്
തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവിനാൽ മോചിപ്പിക്കപ്പെട്ട് വാഗ്ദത്ത ദേശം തേടി യാത്ര ചെയ്യുമ്പോൾ 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞു. മരുഭൂമിയിൽ അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ അവിടെ വെച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് അവർക്ക് അപ്പം നൽകി. ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു. അതിന് സമാനമായ ഒരു സംഭവത്തിനാണ് ഇപ്പോൾ അവർ സാക്ഷികളായതും അവർ അനുഭവിക്കുന്നതും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമാണ് എന്ന ഈശോയുടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. ആ വാക്കുകൾക്ക് ഒരു ആമുഖമെന്നോണമാണ് അവിടുന്ന് അവർക്ക് മരുഭൂമിയിൽ വെച്ച് അപ്പം വർദ്ധിപ്പിച്ച് നൽകുക. അപ്പോൾ ദിവ്യകാരുണ്യത്തിലൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമായി ഈശോ തന്നെ തൻ്റെ ശരീരത്തെ നമുക്ക് നൽകുന്നു എന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെ വാക്കുകളുടെ ഒരു മുന്നറിയിപ്പ് കൂടെയാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ സംഭവം. നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈശോയുടെ എല്ലാ അത്ഭുതങ്ങളും വരുവാനിരിക്കുന്ന ഉന്നതമായ അല്ലെങ്കിൽ ദൈവികമായ സ്വർഗീയമായ യാഥാർത്ഥ്യങ്ങളുടെ ഒരു മുന്നാസ്വാദനങ്ങളായിരുന്നു. നമുക്ക് അദൃശ്യങ്ങളായ ചില യാഥാർത്ഥ്യങ്ങൾ ഇനി വരുവാനുണ്ട്, അദൃശ്യങ്ങളായ ചില സത്യങ്ങൾ. അതിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനായി ദൃശ്യമായ ചില അടയാളങ്ങളായി ഈശോയുടെ പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈശോയുടെ എല്ലാ അത്ഭുതങ്ങളും അദൃശ്യമായ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തലം നമുക്ക് മുൻപിൽ നൽകുന്നുണ്ട്. ഇവിടെ ഈശോ എല്ലാവർക്കും ദൃശ്യമായ രീതിയിൽ, എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ അപ്പം വർദ്ധിപ്പിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യമെന്ന കൂദാശയിൽ അദൃശ്യനായ വിധത്തിൽ തന്നെ അപ്പമായി നൽകുവാൻ പോകുന്നതിൻ്റെ ദൃശ്യമായ ഒരു മുൻ അടയാളമായിരുന്നു. ഈശോയുടെ രോഗശാന്തികൾ നോക്കുക. യഥാർത്ഥത്തിൽ വരുവാനിരിക്കുന്ന അവിടുത്തെ രോഗീലേപനം എന്ന കൂദാശയിലൂടെ നമുക്ക് ദൃശ്യമല്ലാത്ത വിധം സംഭവിക്കുന്ന ആത്മീയവും ശാരീരികവുമായ രോഗസൗഖ്യത്തിൻ്റെ മുൻ അടയാളങ്ങളായിരുന്നു ഈശോയുടെ രോഗസൗഖ്യങ്ങൾ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2 അത്ഭുതങ്ങളാണ് ഈശോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുക. ഒന്നാമത്തേത് നാം ഇന്ന് കാണുന്ന 6-ാം അധ്യായത്തിലെ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം. രണ്ടാമത്തേത് 2-ാം അധ്യായത്തിൽ ഈശോ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് വീഞ്ഞ് വർദ്ധിപ്പിക്കുന്ന അത്ഭുതം. അവിടെ തീർന്നുപോയ വീഞ്ഞ് ഈശോ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ നോക്കുക, യോഹന്നാൻ വളരെ പ്രത്യേകമായി വിവരിക്കുന്ന ഈശോയുടെ ഈ 2 അത്ഭുതങ്ങളും, അതായത് അപ്പം വർദ്ധിപ്പിക്കുന്നതും വീഞ്ഞ് വർദ്ധിപ്പിക്കുന്നതും, അപ്പവും വീഞ്ഞും നോക്കുക, ഇത് എവിടേക്കാണ് നമ്മെ നയിക്കുക? അപ്പവും വീഞ്ഞുമായി തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകുവാൻ പോകുന്ന ഈശോ നമുക്ക് നൽകുന്ന ഒരു മുൻസൂചകമാണ് ഈ 2 അത്ഭുതങ്ങളും. അപ്പോൾ മരുഭൂമിയിൽ വെച്ച് ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു. ഇവിടെ ഈശോ എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ പുതിയ മന്ന. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ പുതിയ മന്ന ഈശോയാകുന്നു. പഴയ നിയമത്തിൽ ദൈവം മോശ വഴി അവർക്ക് മന്ന നൽകിയെങ്കിൽ പുതിയ നിയമത്തിലെ മോശയാകുന്നു യേശുക്രിസ്തു. അപ്പോൾ എങ്ങനെയാണ് ഈശോ പുതിയ നിയമത്തിലെ മോശയാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പഴയ നിയമത്തിലെ സംഭവങ്ങളും പുതിയ നിയമത്തിലെ ഈ സംഭവവും തമ്മിലുള്ള ചില സമാനതകൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ള മന്നയെക്കുറിച്ചുള്ള വിവരണം നാം കാണുക ഉൽപ്പത്തി പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകത്തിലെ 11-ാം അധ്യായത്തിലുമാണ്. നമുക്ക് ഈ 2 ഭാഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായവുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ സംഖ്യാപുസ്തകത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും നാം കാണുന്നൊരു കാര്യമുണ്ട്. അത് പിറുപിറുക്കുന്ന ജനങ്ങളെയാണ്. സംഖ്യാപുസ്തകത്തിൽ ജനങ്ങൾ മോശയ്ക്കെതിരായും കർത്താവായ ദൈവത്തിനുമെതിരായും പിറുപിറുക്കുന്നു.
യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ജനങ്ങൾ യേശുവിനെതിരായി പിറുപിറുക്കുന്നു. എന്താണ് അവരുടെ പിറുപിറുപ്പിൻ്റെ കാരണം? സംഖ്യാപുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. എന്തായിരുന്നു ജനങ്ങളുടെ ഈ പിറുപിറുപ്പിൻ്റെ കാരണം? ദൈവം മരുഭൂമിയിൽ വിശന്നു വലഞ്ഞ ജനത്തിന് സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തു. എന്നാൽ അവർക്ക് കുറേ നാളുകളായി ഭക്ഷിക്കുവാൻ മന്ന മാത്രമേയുള്ളൂ. മന്ന കഴിച്ച് അവർക്ക് മടുത്തു. ആദ്യം അവർക്ക് മന്ന വലിയ അനുഗ്രഹമായിരുന്നെങ്കിലും പിന്നീട് അവർക്ക് മന്നയോട് ഒരു മടുപ്പായി തുടങ്ങി, ഒരു വെറുപ്പായി തുടങ്ങി. അങ്ങനെ അവർ മോശയ്ക്കെതിരായും ദൈവത്തിനെതിരായും പിറുപിറുക്കുവാൻ തുടങ്ങി. യോഹന്നാൻ ജനങ്ങളുടെ പിറുപിറുക്കലിനെ കുറിച്ച് പറയുക ഇപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 41-ാമത്തെ വാക്യം: സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. ഈശോ ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മന്ന, പണ്ട് ജനങ്ങൾ പിറുപിറുത്ത ആ മന്ന, അത് ഞാനാണ് എന്ന് അവിടുന്ന് പറയുന്നത് കേട്ടിട്ടാണ് യഹൂദർ അവിടുത്തേക്കെതിരെ പിറുപിറുക്കുന്നത്. ഈശോ അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. അപ്പോൾ സംഖ്യാപുസ്തകത്തിൽ ജനങ്ങൾ മന്നയെക്കുറിച്ച് പിറുപിറുക്കുന്നു. പുതിയ നിയമത്തിൽ യഹൂദർ ഈശോയെക്കുറിച്ച് പിറുപിറുക്കുന്നു. ഇനി സ്വർഗത്തിൽ നിന്ന് എപ്രകാരമാണ് മന്ന ഇറങ്ങി വന്നത് എന്നതിൻ്റെ സംഖ്യാപുസ്തകം നൽകുന്ന വിവരണം നമുക്കൊന്ന് നോക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണവ. അതിങ്ങനെയാണ്: മന്നയ്ക്ക് കൊത്തമ്പാലരിയുടെ ആകൃതിയും ഗുൽഗുലുവിൻ്റെ നിറവുമായിരുന്നു. ജനം ചുറ്റി നടന്ന് അത് ശേഖരിച്ച് തിരികല്ലിലോ ഉരകല്ലിലോ ഇട്ട് പൊടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കി പോന്നു. എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റേതുപോലെയായിരുന്നു അതിൻ്റെ രുചി. രാത്രി പാളയത്തിനുമേൽ മഞ്ഞ് പെയ്യുമ്പോൾ മന്നയും പൊഴിഞ്ഞിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നു, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. നോക്കുക, പഴയ നിയമത്തിൽ മന്ന ഭക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിക്കുകയാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ച കാര്യം. അപ്പോൾ മന്ന എന്നാൽ എന്താണ് എന്നത് ഇവിടെ വ്യക്തമാവുകയാണ്. മന്ന എന്നാൽ അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് മന്ന. ഈശോ പറയുന്നു, ഞാനും സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഞാൻ പുതിയ നിയമത്തിലെ മന്നയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിലെ മോശയുടെയും ജനങ്ങളുടെയും വാക്കുകളും പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും യഹൂദരുടെയും വാക്കുകളും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം: ആര് ഞങ്ങൾക്ക് ഭക്ഷണം തരും? സംഖ്യാപുസ്തകം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ മാംസം തരിക എന്ന് പറഞ്ഞ് അവർ കരയുന്നു. ഈ ജനത്തിന് എല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? അപ്പോൾ മന്ന കഴിച്ച് മതിയായ ജനം മോശയോട് പരാതി പറയുകയാണ്, ഞങ്ങൾക്ക് മന്ന തിന്ന് മടുത്തു, ഞങ്ങൾക്കിനി മാംസം എന്തെങ്കിലും തരിക. മോശ ചെന്ന് ദൈവത്തോട് പരാതി പറയുന്നു. ഈ ജനങ്ങൾ മന്ന കഴിച്ച് മതിയായി എന്ന് പറഞ്ഞ് കരയുന്നു. അവർ എന്നോട് മാംസം ഭക്ഷിക്കുവാൻ കൊടുക്കണമെന്ന് പരാതി പറയുന്നു. ഈ ജനത്തിന് മുഴുവൻ കഴിക്കാൻ മാത്രം മാംസം എവിടെ നിന്നാണ് എനിക്ക് കിട്ടുക? സുവിശേഷത്തിലേക്ക് വരിക. അപ്പോൾ സുവിശേഷത്തിൽ അവർക്കിടയിൽ അതിനെക്കുറിച്ച് തർക്കമുണ്ടായി എന്ന് പറയുന്നു. എന്തിനെക്കുറിച്ചാണ്? ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു എന്ന് ഈശോ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായി. അപ്പോൾ അവർ പറയുക, തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും, ഇവന് എങ്ങനെ സാധിക്കും എന്ന് അവർ ചോദിച്ചു. അപ്പോൾ മോശ ചോദിക്കുന്നു, ഈ ജനത്തിന് മുഴുവൻ മാംസം കൊടുക്കുവാൻ എനിക്ക് എങ്ങനെ കഴിയും?
ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന യഹൂദർ ചോദിക്കുന്നു, ഇവൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവന് എങ്ങനെ കഴിയും? സമാനമായ ഒരേ ചോദ്യം തന്നെയാണ് മോശയും യഹൂദരും ചോദിക്കുന്നത്. രണ്ടാമതായി, എവിടെ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കും? സംഖ്യാപുസ്തകം 11 അധ്യായം 13 ഇങ്ങനെ പറയുന്നു, ജനത്തിൻ്റെ പിറുപിറുക്കലും പരാതിയും കേട്ട മോശയ്ക്ക് മടുത്തു. മോശ ചോദിക്കുന്നു, ഇവർക്കെല്ലാവർക്കും കൊടുക്കുവാൻ എവിടെ നിന്ന് ഭക്ഷണം ലഭിക്കും? പുതിയ നിയമത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്, യേശു കണ്ണുകളുയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ഒരേ ചോദ്യം തന്നെയാണ്. മോശ ചോദിക്കുന്നു, ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുവാൻ എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? ഈശോ ചോദിക്കുന്നു, ഈ വലിയ ജനതതി കൊടുക്കുവാൻ നമ്മൾ എവിടെ നിന്ന് ഭക്ഷണം വാങ്ങും? അതേ ചോദ്യം തന്നെ മോശ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഈശോയും ചോദിക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിലെ മോശയ്ക്ക് ആ ചോദ്യത്തിന് തൻ്റെ പക്കൽ തന്നെ ഉത്തരമുണ്ട്, തൻ്റെ പക്കൽ തന്നെ അതിന് പരിഹാരമുണ്ട്. ഇനി എന്താണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് സുവിശേഷം അവിടെ വ്യക്തമാക്കുന്നത് ഈശോ അവനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അത് എന്നാണ്. അവിടത്തേക്ക് അറിയാമായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. അതാണ് പഴയ നിയമത്തിലെ മോശയിൽ നിന്ന് പുതിയ നിയമത്തിലെ മോശയെ വ്യത്യസ്തനാക്കുന്നത്. മൂന്നാമതായി, ഇത്രയും വലിയ ജനത്തിന് എത്രമാത്രം അപ്പം മതിയാകും? എത്രമാത്രം ഭക്ഷണം മതിയാകും? സംഖ്യാപുസ്തകത്തിൽ 11 അധ്യായം 22 മോശ കർത്താവിനോട് പറയുന്നുണ്ട്, എന്നോടൊത്ത് 6 ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട്, എന്നിട്ടും അങ്ങ് പറയുന്നു 1 മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കുവാൻ മാംസം നൽകണമെന്ന്. ആടുകളെയും കാളകളെയും അവർക്ക് മതിയാവോളം അറക്കുമോ? മോശ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുകയാണ്. അങ്ങ് ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞല്ലോ, എന്തുമാത്രമെന്ന് കരുതിയാണ് അങ്ങ് ഈ പറയുന്നത്? 6 ലക്ഷം യോദ്ധാക്കൾക്ക് തന്നെയുള്ള ഈ ഒരു ജനക്കൂട്ടത്തിന് എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക? അവർക്ക് തൃപ്തിയാവുവോളം കടലിലെ മത്സ്യങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുമോ? മോശ പറയുക, കടലിലെ മത്സ്യങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയാൽ പോലും ഈ ജനതയ്ക്കുള്ള ഭക്ഷണത്തിന് അത് മതിയാവില്ല എന്ന് തന്നെയാണ്. സുവിശേഷത്തിലേക്ക് പോകാം. അവിടെ 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ളൊരു കുട്ടിയുണ്ട്. ഉടനെ അവരുടെ ചോദ്യം ഇതാണ്, എന്നാൽ ഇത്രയും പേർക്ക് അതെന്ത്? 5000-ഓളം വരുന്ന ഈ പുരുഷാരമാണ് ഈ 5 അപ്പവും 2 മീനും അവർക്ക് എന്താകുവാനാണ്? അവർക്ക് തികയില്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ അവിടെ മോശ ചോദിക്കുന്നതും ഇവിടെ ജനങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ചോദിക്കുന്നതും ഒരേ ചോദ്യം തന്നെയാണ്. ഇത് തികയില്ല, ഭക്ഷണം തികയില്ല. 2 സംഭവങ്ങളും ഒരേ പാറ്റേണിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സംഖ്യാപുസ്തകത്തിലെ ജനങ്ങളുടെ പിറുപിറുക്കലിനും മോശയുടെ പരാതിക്കും ദൈവത്തിൻ്റെ പക്കലുള്ള പരിഹാരം എന്തായിരുന്നു? അത് നമ്മൾ കാണുക പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകം 16 അധ്യായം 2 അവിടെ ഇങ്ങനെ പറയുക, മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. സംഖ്യാപുസ്തകം 11 അധ്യായം 6 ജനങ്ങൾ വീണ്ടും പിറുപിറുക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു, ഈ മന്നയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. ആദ്യം ദൈവം അവർക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പിറുപിറുക്കലിന് പരിഹാരമുണ്ടാക്കിയതാണ്. എന്നാൽ അവരുടെ പിറുപിറുക്കൽ അവസാനിക്കുന്നില്ല. മന്ന മാത്രം ഭക്ഷിച്ച് ഞങ്ങൾക്ക് മതിയായി, മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾക്ക് മാംസം വേണം. അപ്പോൾ ദൈവത്തിന് ഒരു പരിഹാരമുണ്ട്. ദൈവം അവർക്ക് ഭക്ഷിക്കുവാനായി മാംസം കൊടുക്കുന്നു. സംഖ്യാപുസ്തകം 11 അധ്യായം 31-32 ഇങ്ങനെയാണ് പറയുക, പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. 1 ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർദ്ധത്തിൽ കൂടാരത്തിന് ചുറ്റും 2 മുഴം കനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു. ജനം അന്ന് പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു. അപ്പോൾ ദൈവം അവർ ആവശ്യപ്പെട്ടതുപോലെ മന്നയോടൊപ്പം കാടപ്പക്ഷികളെയും മാംസവും നൽകുകയാണ്. അപ്പോൾ ജനം ദൈവത്തിനെതിരായി പിറുപിറുത്തു. ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന അയച്ചു കൊടുത്തു. ജനം പിന്നെയും പിറുപിറുത്തു. ദൈവം അവർക്ക് മന്നയോടൊപ്പം മാംസവും കൊടുത്തു.
നോക്കുക, ദൈവം മരുഭൂമിയിൽ വെച്ച് അവർക്ക് കൊടുക്കുന്നത് അപ്പം മാത്രമല്ല, മാംസവും കൊടുക്കുന്നുണ്ട്. ഈശോയുടെ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം നോക്കുക. ഈശോ അവിടെ 5000-ലധികം വരുന്ന പുരുഷാരത്തിന് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവിടുന്ന് അവരോടൊരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഞാനും നിങ്ങൾക്ക് മാംസം ഭക്ഷിക്കുവാനായി തരും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷിക്കുവാനായി തരുന്ന മാംസം അത് എൻ്റെ ശരീരം തന്നെയാണ്. അപ്പോൾ ഇവിടെ മാംസം എന്നതിനും ശരീരം എന്നതിനും സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഒന്ന് തന്നെയാണ്, സാർക്സ്. എന്താണ് ഈശോ പറയുക? പഴയ നിയമത്തിൽ അപ്പം കൊടുത്തതുപോലെ തന്നെ, അല്ലെങ്കിൽ മാംസം കൊടുത്തതുപോലെ തന്നെ, പുതിയ നിയമത്തിലെ മോശയായ ഞാൻ നിങ്ങൾക്ക് അപ്പവും നൽകും, മാംസവും നൽകും. ആ മാംസം പക്ഷേ അത് എൻ്റെ ശരീരം തന്നെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ദിവ്യകാരുണ്യം? എന്താണ് ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ആഴമേറിയ ദർശനമാണ് യോഹന്നാൻ്റെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവനും നമുക്ക് നൽകുന്നത് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പഠനങ്ങളാണ്. അപ്പോൾ ദിവ്യകാരുണ്യം എന്നാൽ വെറും ഒരു അപ്പം മാത്രമല്ല, അത് മാംസവും ശരീരവുമാണ് യേശുവിൻ്റെ. ദിവ്യകാരുണ്യം എന്നാൽ യേശുവിൻ്റെ ആത്മാവും ശരീരവുമാണ്. ദിവ്യകാരുണ്യം എന്നാൽ യേശുവിൻ്റെ പൂർണ്ണമായ മാനുഷികതയും പൂർണ്ണമായ ദൈവികതയുമാണ്. ഓരോ ദിവസവും ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാവിൽ ആ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ, നമ്മുടെ കൈകളിൽ ആ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഓർക്കുക, എൻ്റെ നാവിൽ ഉള്ളത് ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. എൻ്റെ കൈകളിലുള്ളത് വെറും ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. യേശുവാകുന്ന വ്യക്തി, ദൈവപുത്രനാകുന്ന വ്യക്തിയെയാണ് ഞാൻ എൻ്റെ നാവിലും എൻ്റെ കരങ്ങളിലും സ്വീകരിക്കുന്നത്. യൂക്കറിസ്റ്റ് ഈസ് നോട്ട് എ തിങ്, ഇറ്റ് ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ തുടർന്ന് വരുന്ന 4 ഞായറാഴ്ചകളിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ തുടരുന്നതായിരിക്കും. ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.